ഹായ്, എസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണം കഴിയുമ്പോൾ കുറേ ആളുകൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ് മടുപ്പ് ഉണ്ടാവുക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണോ വെച്ച് കഴിഞ്ഞാൽ മിക്ക റിലേഷൻഷിപ്പിലും ഇത് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് അത്ര നല്ല കാര്യമല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രണയ ജീവിതമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രണയം അത് കൈവിട്ട് പോകുന്നത് വളരെയധികം സങ്കടമുള്ളതാണ്. പക്ഷേ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകും എന്നുള്ളത് പറയാം. പക്ഷേ മാരേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മാരേജ് ലൈഫ് ലോങ് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നവരാണ്. പ്രണയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ലൈഫ് ലോങ് കൊണ്ടുപോകണം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ മാരേജ് ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് മടുപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ബന്ധം നമ്മൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മാത്രമല്ല രണ്ടുപേരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരികയാണ് ചെയ്യുക, മടുക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മടുപ്പ് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് മാരേജ് ലൈഫിൽ കൂടുതൽ മടുപ്പില്ലാതിരിക്കാൻ, പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അതിനെ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഇൻകം ഉണ്ടായിരിക്കണം. അതിനെ നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക എന്നുള്ളതാണ്. പലരും ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഈ ഒരു ഇൻകം എന്നുള്ളതിന് എങ്ങനെയാണ് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുക, ഇതുമായിട്ട് എങ്ങനെ ബന്ധമുണ്ട് എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴും നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഏതൊരു കാര്യം ചെയ്യാനും നമ്മൾ നമ്മുടെ പാർട്ട്ണറെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കീഴിൽ ജീവിക്കുന്ന ഒരാളായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഒട്ടും ഓക്കെ അല്ല. ആശ്രയിച്ചിരിക്കുക എന്നുള്ളത് ഒട്ടും ഓക്കെ അല്ല. അത് അവർക്കും ഇമോഷണലി അവരെയും നമ്മളുമായിട്ട് അകറ്റാൻ കാരണമാവുകയാണ് ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂ നമുക്ക് അവിടെ കിട്ടില്ല. അവർ വിചാരിക്കുക എപ്പോഴും ഞാൻ പൈസ കൊടുത്തിട്ട് വേണം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ, സ്വന്തമായിട്ടൊരു സാധനം പോലും വാങ്ങിക്കാൻ പറ്റില്ല, അതിനുള്ള പൈസ പോലും അവരുടെ കയ്യിലില്ല, മീൻസ് അവരുടെ അല്ലെങ്കിൽ അവൻ്റെ കയ്യിലില്ല എന്നതാണ് അവർ വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ അടുത്തുള്ള ഒരു വാല്യൂ പോവുക ചെയ്യുക. നേരെ മറിച്ച് രണ്ടുപേർക്കും ഇൻകം ഉണ്ട്, രണ്ടുപേരും ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാൻ രണ്ടുപേരുടെയും ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ പരസ്പരം നമുക്കൊരു ബഹുമാനവും അഭിമാനവും ഒക്കെയാണ് തോന്നുക. അത് മാത്രമല്ല, ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ജോലിക്ക് പോകാനോ മറ്റോ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ആൾക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. എൻ്റെ പാർട്ട്ണർ ഉണ്ടല്ലോ, അവർ നോക്കിക്കോളും, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു പേടിയില്ലായ്മയിൽ ഇരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഇൻകം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളൊന്ന് പരിശ്രമിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ നമുക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മിക്ക റിലേഷൻഷിപ്പും നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പാർട്ട്ണർക്ക് എന്നെ ഇഷ്ടമേ ഇല്ല, എൻ്റെ അടുത്ത് സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറയാറില്ല എന്നുള്ളത്. അത് വളരെ മോശമായിട്ടൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് അവരോട് ഇഷ്ടമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ നമ്മളത് പ്രകടിപ്പിക്കാം. അതിനൊരുപാട് വഴികളുണ്ട്. നമുക്ക് ജസ്റ്റ് ഫോണിലൂടെ നമുക്ക് അറിയിക്കാൻ പറ്റും. ഒരു മെസ്സേജ്, ഒരു കോള്, അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് പറയാം, അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ സ്നേഹം നമുക്ക് അറിയിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ ഇടയ്ക്ക് അവരെ വിളിച്ചിട്ട് അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിയിച്ചാൽ മതി. നമ്മളിപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ജോലിക്ക് പോയിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കുക, നീ കഴിച്ചോ, ഓക്കെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ ഫീൽ ചെയ്യും, അവരെ നിങ്ങൾ അത്രയും വിലമതിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവരത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു കാര്യം. അത് മതി നമ്മുടെ ലൈഫിൽ നമുക്ക് ആ ഒരു പാർട്ട്ണർ എടുത്ത് സ്നേഹം കൂടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക, ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കത് മനസ്സിലാകില്ല. നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്ന് മാത്രമാണ് അവർ വിചാരിക്കാൻ സാധ്യതയുള്ളത്. ഇനി നല്ലൊരു കേൾവിക്കാരനായിരിക്കുക എന്നുള്ളതാണ്. ഇത് വലിയ കാര്യമാണോ വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മളെ കേൾക്കാൻ ഒരാളില്ലാതെ വരുന്ന സമയത്താണ് നമ്മൾ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നാൽ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ കേൾക്കാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ മറ്റൊരാൾ വരാനുള്ള നിങ്ങൾ വരുത്താതിരിക്കുക. നിങ്ങൾ തന്നെ എല്ലാം കേൾക്കാൻ വേണ്ടി ഇരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ അവർ സംസാരിക്കാൻ വരുന്ന സമയത്ത് ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലൊക്കെ നോക്കിയിട്ട്
അവരോട് സംസാരിക്കുക. കേൾക്കുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ട്, എന്താ ആള് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതാവരുത് നിങ്ങളുടെ മറുപടി. നേരെ മറിച്ച് അവർ പറയുന്ന കാര്യം എന്താണെന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു കേൾവിക്കാരനായിരിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മറക്കാതിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ചെറിയൊരു വിഷമം വരുമ്പോൾ പോലും അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖം ഒന്ന് പാടിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ആ ഒരു വിശ്വാസം കൂടുക ചെയ്യുക. നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ അവരെ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ പാർട്ട്ണർ നമ്മുടെ മുഖം വാടുമ്പോഴത്തേക്കും എന്താ നിനക്ക് പറ്റിയത് പറയാന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ നമുക്ക് എത്ര സന്തോഷം, ഓഫ്കോഴ്സ് നമുക്ക് ആ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയും. അപ്പോൾ അതേപോലെ തന്നെയാണ് അവർക്കും. അവർ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് അന്വേഷിക്കുക എന്താ നിനക്ക് പറ്റിയെന്നുള്ളത്. അങ്ങനെ അന്വേഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാവുന്ന മാത്രമല്ല അവരുടെ കൂടെ നിങ്ങൾ എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ കൂടിയാണ് അവർക്ക് വരിക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ. ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്, ചില പാർട്ട്നേഴ്സ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണർ എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിലും ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാവാറില്ല. ഒരു ദിവസം 2 ദിവസം ഒക്കെ ആള് ചിലപ്പോൾ മിണ്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ഭയങ്കര സാഡായി ടെൻഷൻ അടിച്ച് നടക്കണ്ടാവും. എന്നാലും ഇവർക്ക് മനസ്സിലാവില്ല അവരുടെ പാർട്ട്ണർ അത്രയും വിഷമിച്ചിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ലൈഫിൽ ആ ഒരു പാർട്ട്ണർ എങ്ങനെയായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുക. നമ്മളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ പാരൻസ് ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ അവർ നമ്മളെ ശ്രദ്ധിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവർ നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കണം എന്നൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണർ നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതെന്തായാലും മനസ്സിലാക്കിയിരിക്കണം, അവർ നമ്മളെ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള ഏറ്റവും കൂടിയ ലെവലിലുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവുക. ഓഫ്കോഴ്സ് അത് അങ്ങനെയാണ്. ബാക്കിയുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്ന പോലെ ആവരുത് നമ്മുടെ പാർട്ട്ണർ നമ്മളെ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ഉള്ളിൽ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അത് തെറ്റല്ല. പക്ഷേ ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക അവർക്കത് എത്ര വലിയ വിഷമം ഉണ്ടാക്കുക എന്നുള്ളത്. സോ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. കുറച്ച് നിങ്ങൾ അവരെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി, അവർക്ക് വിഷമം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് അന്വേഷിക്കുക എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് പ്രാധാന്യമുള്ളതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഓഫ് കോഴ്സ് പ്രാധാന്യമുള്ളതാണ്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് സംസാരിക്കുന്ന സമയത്ത് ആളെ നിങ്ങളെ നോക്കുന്നേയില്ല, പകരം ഫോൺ നോക്കുന്നുണ്ട്. നിങ്ങൾ പറയുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്, അതായത് അവിടുന്ന് റെസ്പോൺസ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ണിലെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും? ഒരിക്കലും അല്ല. നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും വേറെ എവിടെയെങ്കിലും നോക്കി സംസാരിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. അതായത് അങ്ങോട്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് പക്ഷെ വേറെ എങ്ങോട്ടേക്കിലൊക്കെ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ കണ്ണിൽ നോക്കിയിട്ട് പറയാൻ ശ്രമിക്കണം. കണ്ണിൽ നോക്കി പറയുന്നതിന് കുറച്ചുകൂടി ഒരു പവർ കൂടുതലാണ് സത്യമായിട്ടും. ഇപ്പോൾ രണ്ടുപേര് കണ്ണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിശ്വാസവും കൂടി കൂടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ കുറച്ചുകൂടി കൂടുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള ഇൻട്രസ്റ്റ് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. മടുപ്പില്ലാതാകണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു മടുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. ആ ഒരു മടുപ്പ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറ്റും. എപ്പോഴും നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കാര്യമില്ല. കുറച്ചൊക്കെ നമ്മൾ വിധിയോട് പൊരുതണം. അപ്പോഴേ നമ്മൾ ജയിക്കുള്ളൂ. അപ്പോഴേ നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. കുറേയൊക്കെ യൂണിവേഴ്സ് നമ്മളെ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്നുള്ളത് കാണണം എന്നുള്ള രീതിയിലൊക്കെ യൂണിവേഴ്സ് കുറേ നമ്മളെ പരീക്ഷിക്കും. പക്ഷെ നമ്മളെല്ലായിടത്തും ജയിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ നമ്മുടേതായ വഴിയിലേക്ക് അങ്ങോട്ട് വിട്ടോളും. അപ്പം നമുക്ക് ജീവിക്കാം നമ്മുടെ ഇഷ്ടം പോലെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കുറേയൊക്കെ നിങ്ങൾ തന്നെ പരിശ്രമിക്കുക നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അത് കുറച്ചൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്കത് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അതിനെല്ലാവർക്കും
കുറച്ചുകൂടി ക്ഷമയൊക്കെ അത്യാവശ്യമാണ്. എന്തായാലും എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കാതിരിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്